ദേവേന്ദ്രന്റെ അഹങ്കാരത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് നാം ഇതിനു മുമ്പ് പ്രഭാഷണം അവസാനിപ്പിച്ചത്. ഭഗവാൻ ഭാഗവതത്തില് വളരെ വ്യക്തമായി അവിടുത്തെ തിരുമൊഴികൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. മാം ഐശ്വര്യ ശ്രീമതാന്തോ ദണ്ഡപാണി ന പശ്യതി തം ഭ്രംശയാമി സമ്പദ്യോ യസ്യേച്ഛാമനുഗ്രഹം. വളരെ ഭംഗിയായിട്ട് ഒരു സംശയത്തിനും ഇട കൊടുക്കാതെയാണ് പറഞ്ഞിരിക്കുന്നത്. മാം ഐശ്വര്യ ശ്രീമതാന്തോ ദണ്ഡപാണി ന പശ്യതി. ഐശ്വര്യം, ശ്രീ തുടങ്ങിയ മതം ആണ്. എന്തായി മതം എന്ന് പറഞ്ഞാൽ മതിപ്പിക്കാൻ അല്ലെങ്കിൽ മതിക്കാൻ തോന്നുന്ന അവസ്ഥ. ഇങ്ങനെയൊക്കെ വരുമ്പോ അത് ചെറിയ ഒരു മതത്തെ വളർത്തുന്ന ഒരു അഹങ്കാരത്തെ ഉണ്ടാകും. ഈ അഹങ്കാരം എപ്പോഴാണ് നമുക്ക് മതം വരിക? ഐശ്വര്യം അധികമായാൽ അത് ഒരു മതമായിട്ട് മാറുന്നത്. ശ്രീ സമ്പത്ത് അധികമാവുക, ധാരാളം പണം ഉണ്ടാവുക. ഐശ്വര്യം എന്താ? എല്ലാ ഐഹിക സുഖബോധങ്ങളും ഇഷ്ടം പോലെ ഉണ്ടാവുകമായി നടന്നാൽ ഒരിക്കലും ഭഗവാനിലേക്ക് എത്താൻ പറ്റില്ല. ഭഗവാൻ പറയുന്നതാണ്, അങ്ങനെയാണെങ്കിൽ ഞാൻ അവന്റെ അവന്റെ ഇത്തരത്തിലുള്ള ആ അഹങ്കാരത്തെ മാറ്റാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ രോഗകാരണത്തെ അല്ലാതെ രോഗത്തെ ഞാൻ നിശേഷം മാറ്റും എന്ന് പറഞ്ഞാലോ, അവന്റെ ഐശ്വര്യത്തെയും സമ്പത്തിനെയും ഒക്കെ ഞാൻ കവർന്നെടുക്കും. അങ്ങനെ കവർന്നെടുക്കുമ്പോഴോ അവന് തീർച്ചയായും എന്നിലേക്ക് അല്പമെങ്കിലും ചിന്ത സ്മരണ വരും. അതാണ് എന്റെ അനുഗ്രഹം. ഇവരുടെ ദേവേന്ദ്രനെ അനുഗ്രഹിക്കാൻ വേണ്ടി ഭഗവാൻ പുറപ്പെടുകയാണ്. അപ്പോ ദേവേന്ദ്രന് ഐശ്വര്യവും സമ്പത്തും കൊണ്ടുള്ള ആ മതത്തെ അല്ലെങ്കിൽ മതത്തെ ഇതാ ഹരിക്കാൻ വേണ്ടി ഭഗവാൻ തുടങ്ങുകയാണ്. അതിനുള്ള ഒരു സാഹചര്യമാണ് ഈ ഗോവർദ്ധന പൂജയിലൂടെ ഭഗവാൻ കാണിക്കുന്നത്. കഥാചിത് ഗോപാലാൻ വിഹിതമക സംഹാര വിഭവാൻ നിരീക്ഷത്വം ശൗര്യേ മഘവതമുത്വം സിതുമനാ വിചാരന്നപ്യേതാൻ വിനയമൃദു നന്ദാതി പശുപാലവൃക്ഷ കോവായം ജനകഭവതാം ഉദ്യമാതി. ഒരു ദിവസം ഗോകുലത്തില് ഗംഭീരമായ ഒരു പൂജയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ ഇങ്ങനെ കാണാം. എല്ലാം അറിയുന്ന സർവജ്ഞനായിരിക്കുന്ന ഭഗവാൻ ഒന്നും അറിയാത്തവനെ പോലെ നന്ദഗോപരുടെ അടുത്ത് ചെന്ന് ചോദിക്കണം, അച്ഛാ എന്താ ഇന്ന് പ്രത്യേകമായിട്ടൊരു വലിയ ഒരുക്കങ്ങളൊക്കെ കാണാനുണ്ടല്ലോ, ഇതുവരെ അതുപോലെ അല്ല, എന്തോ ഒരു പൂജയോ യാഗമോ ഒക്കെ നടത്താനുള്ള ഒരു ഒരുക്കമായിട്ട് തോന്നുന്നുണ്ട്. ആ അടുക്കളയിലാണ് ചെന്ന് നോക്കുമ്പോ അവിടെ ഗംഭീരമായിട്ടുള്ള വലിയ വലിയ പാത്രങ്ങളിലൊക്കെ ധാരാളം വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നു. ഒരു ഭാഗത്താകട്ടെ പൂക്കളെ ശേഖരിച്ച് അത് വൃത്തിയാക്കുന്ന ഒരു പൂക്കളെ. ഇതൊക്കെ കണ്ടപ്പോ എന്തിനോട് പുറപ്പാടാണ്, എന്താണ് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ പറഞ്ഞു, മഹോ വർഷേ വർഷേ സുഖൈതി വർഷേ ഉണ്ണിക്ക് അറിയാലോ, നമുക്ക് നമ്മുടെ ജീവിത വൃത്തി എന്താന്ന് വെച്ചാൽ ഈ ഗോ വൃന്ദമാണ് നമുക്ക് ചെലവിന് ആവശ്യമായിട്ടുള്ള വിഭവമാണ് തരുന്നത്. ഈ പശുക്കള് തരുന്ന പാലിൽ നിന്നാണ് നാം ഗോരസങ്ങൾ ഉണ്ടാക്കി അത് വിറ്റാണ് നാം ഉപജീവനം കഴിക്കുന്നത്. പശുക്കൾക്ക് നല്ല ആരോഗ്യം പുഷ്ടി ഒക്കെ വേണമെങ്കിൽ അവർക്ക് നല്ല പച്ച പുല്ല് ധാരാളം ഉണ്ടാവും. ഈ പച്ചപ്പുല്ല് ധാരാളം ഉണ്ടാകണമെങ്കിലോ ഭൂമിയില് ആവശ്യത്തിന് ജലം വെള്ളം കിട്ടണം. വെള്ളം ഇടുന്ന കിട്ടുക മഴയായിട്ടാണ് തരുന്നത്. ഈ മഴ പെയ്യിക്കുന്ന ആളാരാ? ദേവേന്ദ്രനാണ്. അതുകൊണ്ടാണ് ഗീതയിൽ പറയും, യജ്ഞാൽ ഭവതി പർജന്യോ. പർജന്യം മഴ. മഴ എപ്പോഴാണ് ഉണ്ടാവുക? യജ്ഞാൽ ഭവതി. യാഗം നടത്തുമ്പോൾ, യജ്ഞം നടത്തുമ്പോഴാണ് മഴ പെയ്യുക. അത് നമുക്ക് വളരെ അനുഭവമാണ്. ഈ കൈകാലത്തുള്ള ദൃഷ്ടാന്തമായിട്ട് അതിരാത്രം കഴിഞ്ഞുള്ളൂ പറഞ്ഞാൽ സാധാരണ വിധി എന്താണെന്ന് വെച്ചാൽ യാഗശാലയിൽ നിന്ന് ആ യജ്ഞത്തിന്റെ യജമാനസ്ഥാനം ദീക്ഷിച്ചയാള് യാഗം പൂർത്തിയാക്കി യാഗശാലയിൽ നിന്ന് പുറത്തു കടന്നാൽ അദ്ദേഹം യജ്ഞശാലയുടെ ജീവനും യജ്ഞശാല ശരീരവുമാണ് എന്നാ സങ്കല്പം.
ഈ യജമാനൻ ക്രിയ പൂർത്തിയാക്കി പുറത്തേക്ക് ഇറങ്ങുന്നതോടുകൂടി ആ യജ്ഞശാല ജീവനില്ലാത്ത ശരീരം, അതായത് ശവം ആയി മാറി കഴിയും. ശവം നമ്മൾ എന്താ ചെയ്യുക? അഗ്നിക്ക് സമർപ്പിക്കുക, അതാ ചെയ്യുക. എന്നപോലെ യാഗാവസാനത്തില് ആ യജമാനൻ പുറത്തിറങ്ങുന്നതോടുകൂടി യജ്ഞശാല അഗ്നിക്ക് സമർപ്പിക്കും. അങ്ങനെ അഗ്നിക്ക് സമർപ്പിച്ചാൽ ദൃഷ്ടാന്തമായി തന്നെ യജ്ഞാനുഭവതിവർജന്യോ, മഴ പെയ്ത് ആ അഗ്നി കടണം എന്നാണ് വിധി. അപ്പൊ നമുക്കൊക്കെയും സംശയം ഉണ്ടാവും, ഇങ്ങനെ ഉണ്ടാവുമോ? അപ്പൊ അതാ നല്ല വേനൽക്കാലത്താണ് പാചാടാതിരാക്കുന്നത്. യാഗശാലയ്ക്ക് തീ കൊടുക്കുന്നതോടുകൂടി അല്ലെങ്കിൽ ആ സമയത്ത് തന്നെ അതിഗംഭീരമായ മഴ അവിടെ പങ്കെടുത്തവർക്ക് അല്ലെങ്കിൽ പറഞ്ഞു കേട്ടവർക്കൊക്കെ അറിയാം. ഏതാണ്ട് 1-1.5 മണിക്കൂർ നീണ്ടു നിന്ന ഗംഭീരമായ മഴ, കാറ്റും മഴയും ഒക്കെ ആയിട്ട് ആ ഭാഗത്ത് പങ്കെടുത്തവർക്ക് ദൃഷ്ടാന്തമാണ്. ഭാഗത്ത് നിന്നവർക്കൊക്കെ അനങ്ങാൻ പോലും പറ്റാതെ, അത്രയും തിരക്കുമാണ്, എവിടേക്കൊന്നും മാറി നിൽക്കാൻ പോലും പറ്റാൻ മഴ എല്ലാവരും കൊള്ളുകയുണ്ടായി. അപ്പൊ പറഞ്ഞു വരുന്നത് യജ്ഞാൽഭവതി പർജന്യോ, യജ്ഞം കൊണ്ട് മഴ പെയ്യും. മഴ പെയ്താലോ പർജന്യാ അന്നസംഭവ, ഈ മഴയിൽ നിന്നാണ് ഭൂമിയിൽ അന്നം ഉണ്ടാകുന്നത്. എങ്ങനെയാ? ഈ മഴത്തുള്ളിലെ വെള്ളം അതിനെ ശേഖരിച്ച് അതിനെ സ്വീകരിച്ച് ചെടികള് ഒക്കെ നന്നായി വളരും. അവ നമുക്ക് ധാന്യം അല്ലെങ്കിൽ പഴങ്ങള് കായ്കള് ഒക്കെ തരും. അപ്പോ ഇന്ദ്രനാണ് മഴ പെയ്യിക്കുന്നയാള്. എല്ലാ വർഷവും കൃത്യമായി മഴ കിട്ടാൻ മഴയ്ക്കും 2 ബുദ്ധിമുട്ടുണ്ട്. ഒന്ന് അതിവൃഷ്ടി എന്ന് പറയും. ഇതാ അതിവൃഷ്ടി എന്ന് പറഞ്ഞാൽ അതിയായ വൃഷ്ടി, വല്ലാത്ത മഴ. ഒന്ന് അനാവൃഷ്ടി. അനാവൃഷ്ടി എന്ന് പറഞ്ഞാലോ മഴ തീരെ പെയ്യാതിരിക്കുക. ഇത് 2 ആപത്താണ്. മഴ തീരെ പെയ്തില്ലെങ്കിൽ അനാവൃഷ്ടി, വരൾച്ച ബാധിക്കും. ഇനി മഴ തന്നെ നിന്നു വിചാരിക്കാം, ഒരു 1-1.5 മാസം മഴ തന്നെ പെയ്താലോ ഒരു പ്രളയ സമാനമായി നമ്മുടെ വിളവുകളൊക്കെ നശിച്ചു പോവുകയും ചെയ്യും. അപ്പൊ മഴ എങ്ങനെ ലഭിക്കണം? കൃത്യസമയത്ത് വേണ്ടതുപോലെ വേണ്ട സ്ഥലങ്ങളിൽ ലഭിക്കുക. അതാണ് യഥാർത്ഥത്തിലുള്ള വൃഷ്ടിയുടെ സ്വഭാവം. ഇത് നിയന്ത്രിക്കുന്നത് ഇന്ദ്രനാണെന്ന്. അതുകൊണ്ട് ഇനി ഇന്ദ്രനെ എല്ലാ വർഷവും നമ്മൾ മുടങ്ങാതെ ഒരു പൂജ, ഒരു യാഗം നടത്താറുണ്ട്. ഈ യാഗം നടത്തുമ്പോൾ ആ യാഗത്തിൽ സമർപ്പിക്കുന്ന ആഹുതികളെ കൊണ്ട് ഇന്ദ്രൻ വളരെ സംപ്രീതനായിട്ട് ധാരാളം മഴ പെയ്യിക്കും. ആ മഴയിൽ നിന്ന് ധാരാളം പുല്ലൊക്കെ ഉണ്ടാവും. അത് നമ്മുടെ പശുക്കൾക്ക് കിട്ടും. ഇത് എല്ലാ വർഷവും നമ്മൾ ചെയ്യാറുള്ളതാണ് എന്ന് പറയാം. ഉടനെ ഭഗവാൻ പറയാണ് ഇതി ശ്രുത്വാവാചം, ഈ വാക്കുകൾ അതിന്റെ പിതുര ഈ അച്ഛൻ പറഞ്ഞിട്ടുള്ള ഈ വാക്കുകൾ കേട്ടപ്പോൾ ഭഗവാൻ ആഹസരസം, ഭഗവാൻ ഉറക്കനെ പൊട്ടി ചിരിച്ചു. എന്നിട്ട് പറഞ്ഞ അച്ഛ ഇന്നത്തെ വിഡ്ഢിത്തങ്ങളൊന്നും പറയാതിരിക്കൂ. ധികേതന്നോ സത്യം മകവചനിത ദൃഷ്ടിരിയൽ അദൃഷ്ടം ജീവാനാം സൃജതി ഖലു വൃഷ്ടിം സമുചിതാം മഹാരണ്യേ വൃക്ഷാ കിമിവ ഇന്ദ്രായ ദദതി. വളരെ രസകരമായ ഒരു യുക്തിപൂർവമായ ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. എന്താ ചോദിച്ചത്? മഴ പെയ്യിക്കുന്നത് ഇന്ദ്രനാണെന്ന് പറയുന്നത് ശരിയല്ല. പിന്നെയോ മഴ പെയ്യിക്കുന്നത് ആരാ? സത്യത്തിൽ ജീവാനാം അദൃഷ്ടം സമുചിതാം വൃഷ്ടിം സൃജതി ഖലു. ജീവികളുടെ പുണ്യം, ഈ ലോകത്ത് ജീവിക്കുന്ന ജീവികൾ ചെയ്യുന്ന ധാർമ്മികമായ പ്രവൃത്തി, സദാചാരനിഷ്ഠമായ ജീവിതം, ഇതാണ് യഥാർത്ഥത്തിൽ മഴയ്ക്ക് അടിസ്ഥാനമാണ്. എന്നിട്ട് ഒരു ചോദ്യം കൂടി ചോദിക്കാം. അതെന്താ? മഹാരണ്യേ വൃക്ഷ, വലിയ വലിയ കാടുകളില് വലിയ വലിയ വൃക്ഷങ്ങളുണ്ട്. ഈ വൃക്ഷങ്ങൾക്കും എന്താ ആവശ്യമുണ്ട്? വെള്ളം ആവശ്യമുണ്ട്. ഈ വലിയ വലിയ കാടുകളിലെ വൃക്ഷങ്ങൾ ഇന്ദ്രായ ബലിം ഇന്ദ്രായ ദദതേ, അവരൊക്കെ ഇന്ദ്രന് ബലി കൊടുക്കാറുണ്ടോ എന്ന്. മരങ്ങളൊക്കെ കൂടി നോക്കി മഴ കിട്ടാൻ വേണ്ടി യാഗം ചെയ്യാമെന്ന് പറഞ്ഞ് വലിയ വലിയ കാടുകളിലുള്ള ഈ മരങ്ങളൊക്കെ കൂടി ചേർന്ന് ത്യാഗം നടത്തിയിട്ടാണോ അവർക്ക് മഴ കിട്ടുന്നത്? ഇത് പറയുമ്പോ ഈ അടുത്ത കാലത്ത് നമ്മുടെ നിയമസഭയിൽ അസംബ്ലിയില് ഒരു സാമാജികൻ, ഒരു MLA ചോദിച്ച ചോദ്യം കുറച്ച് മുമ്പ് എനിക്ക് തന്നെ ഓർമ്മ ഉണ്ടാകും. അവിടെ എന്താണെന്ന് വെച്ചാൽ നിയമസഭയിൽ വനനശീകരണത്തിനെതിരെ പ്രമേയം വരിക. വനനശീകരണത്തിന്റെ പ്രമേയം വന്നു. എന്താ പ്രമേയം? മരങ്ങളൊക്കെ വെട്ടി നശിപ്പിച്ചാൽ അത് കാലാവസ്ഥയെ ദോഷമായി ബാധിക്കണം. അപ്പോ അന്ന് ഭരണകക്ഷിയുടെ കൂടെയുള്ള ഒരു MLA, സരസനായ നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള ഒരു MLA അവിടെ എഴുന്നേറ്റ് വന്നു. അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം, അദ്ദേഹം എന്താ ചോദിച്ചത് പറയോ? വലിയ വിഡ്ഢിത്താണ്. മരങ്ങളാണ് മഴ പെയ്യുന്ന വിഡ്ഢിത്ത. അദ്ദേഹം പറഞ്ഞ ഉദാഹരണം,
കടലിൽ മഴ പെയ്യുന്നില്ലേ, കടലിൽ വല്ല മരമുണ്ടോ എന്നാണ്. കടലിലൊക്കെ മഴ ധാരാളം കിട്ടുമല്ലോ. കടലിൽ വല്ല മരം ഉണ്ടായിട്ടാണോ കടലിന് മുകളിൽ മഴ പെയ്യണത്? എല്ലാവരും കൂട്ടായിട്ട് ചിരിച്ചു എന്നാണ്. അപ്പൊ ഏതാണ്ട് ഇതേപോലെ സരസാണ്. അതുകൊണ്ടാണ് ഇത് യുക്തിയാണെന്ന് പറയാൻ വയ്യ. അതുകൊണ്ടാണ് ഭട്ടതിരിപ്പാട് ആദ്യത്തെ വൈദ്യന് പറയുന്നു ഭവാനാഹ സരസം. ഒരു രസകരമായ തമാശയായിട്ടാണ് ഭഗവാന്റെ ചോദ്യം. ഈ മരങ്ങളൊക്കെ ഇന്ദ്രന് വെളി കൊടുത്തിട്ടാണോ അച്ഛ കാട്ടില് മഴ പെയ്യുന്നത്? നമ്മുടെ ഈ MLA ചോദിച്ച പോലെ കടലിന്റെ മഴ പെയ്യുന്നത് മരം ഉണ്ടായിട്ടാണോ എന്ന് ചോദിക്കുന്നത് ഒരു തമാശ അത്രയുള്ളൂ. ആ ചോദ്യത്തോടു കൂടി നന്ദഗോപൻ അല്പനേരം ഉണ്ടാതിരുന്ന കാര്യം ഉണ്ണി പറയുന്നത് ശരിയാണല്ലോ, എന്നാ പിന്നെ ഉണ്ണി എന്നെ പറയൂ എന്താ ചെയ്യേണ്ടത്? അപ്പൊ ഭഗവാൻ പറയാണ്, ഞാൻ പറഞ്ഞു തരാം. ഇതം താവൽ സത്യം യതിഹ പശവോ ന കുലധനം. ന എന്ന് പറഞ്ഞാൽ, ന എന്ന് മാത്രം പറഞ്ഞാൽ നിഷേധാർത്ഥം. ന എന്ന് എഴുതിയിട്ട് വിസർഗം ഇട്ടാൽ നമ്മൾ എന്ന അസ്മാകം എന്ന അർത്ഥം. അസ്മാകം എന്ന പദത്തിന്റെ അർത്ഥം നമ്മൾ എന്നാണ്. അസ്മാകം എന്നതിന് അതേ അർത്ഥം തന്നെയാണ് ന എന്ന് എഴുതിയിട്ട് വിസർഗ ന എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ നമ്മൾ എന്നാണ്. ഇതം താവൽ സത്യം യതിഹ പശവോ ന കുലധനം. പശുക്കൾ നമ്മുടെ കുലധനമാണ്, പശുക്കളാണ് നമ്മുടെ ജീവിതത്തിന് അടിസ്ഥാനം എന്ന് പറഞ്ഞത് വളരെ സത്യമാണ്. പക്ഷേ തഥാ ജീവയാസോ ബലിരജലപത്രേ സമുഷിത സുരേഭ്യോ ഉത്കൃഷ്ട നനു ധരണിദേവാക്ഷിതി തലേ തദസ്തേഭ്യാരാഭ്യ ഇതി ജഗതിതത്വം നിജജനാൻ. ഭഗവാൻ പറയാണ്, ഒരു കാര്യം അച്ഛൻ ആലോചിക്കണം. നമ്മൾ അമ്പാടിയിൽ നിന്ന് പോരാൻ കാരണം എന്താ? വൃന്ദാവനത്തിലേക്ക് അമ്പാടിയിൽ വേണ്ടത്ര പുല്ലൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടല്ലേ പോണത്. ഇവിടെ ഗോവർദ്ധന പർവ്വതത്തിന് താല്പര്യം ഇഷ്ടം പോലെ ഇതൊക്കെ കിട്ടും എന്ന് പറഞ്ഞിട്ടാണല്ലോ കൊണ്ട് പോകുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മുടെ പശുക്കള് ജീവിക്കുന്നത് ഈ ഗോവർദ്ധന പർവ്വതത്തെ ആശ്രയിച്ചിട്ടാണ്. ഗോവർദ്ധന പർവ്വതത്തിന് താല്പര്യമുള്ള പുല്ലൊക്കെ തിന്നാം. ഗോവർദ്ധന പർവ്വതത്തിന്റെ മുഖങ്ങളിലൊക്കെ മഴയൊക്കെ പെയ്യുമ്പോൾ കയറി നിൽക്കാം. ഈ ഗോവർദ്ധന പർവ്വതം ഉള്ളത് കൊണ്ടാണ് നമ്മുടെ പശുക്കൾക്ക് ഇത്രയും സുഖമായി വിഹരിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് യാതൊരു നടത്തണം എന്നതിന് സംശയമൊന്നുമില്ല. നമുക്ക് ഇത്തവണ ഗോവർദ്ധന പർവ്വതത്തെ പൂജിക്കുക എന്ന് പറയാം. അപ്പൊ പ്രകൃതിയെ പൂജിക്കണം, പ്രകൃതിയെ ഈശ്വരനെ പോലെ കണ്ട് ആരാധിക്കണം എന്ന സന്ദേശം ഭഗവാൻ ഇവിടെ പറയാണ്. അതനുസരിച്ച് നന്ദഗോപുരം അത് സമ്മതിച്ചു. കാരണം ഇപ്പോ ഈ ഉണ്ണിയുടെ വാക്കുകളെ എല്ലാവരും അനുസരിക്കുന്നു എന്നാണ്. ഭഗവാൻ കേവലം ഒരു ഉണ്ണിയല്ല എന്നും അദ്ദേഹം ഈശ്വര അവതാരം തന്നെയാണ് എന്ന ബോധം ഇതിനിടയിലൊക്കെ വന്നു കഴിഞ്ഞു. അതുകൊണ്ട് എന്നാ ഉണ്ണി ഇതുവരെ ഞങ്ങള് ഗോവർദ്ധന പർവ്വതത്തെ പൂജിച്ചിട്ടില്ല, അതുകൊണ്ട് അത് എങ്ങനെയാണ് വേണ്ടത്, അതിന്റെ വിധി എന്താ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല. അപ്പൊ ഭഗവാൻ പറഞ്ഞു, അതിനക്ഷ അതൊന്നും അറിയണ്ട, ഇതൊക്കെ ഞാൻ തന്നെ എന്റെ നേതൃത്വത്തില് ഏറ്റെടുത്ത് നടപ്പിലാക്കാം എന്ന് പറയാം. അങ്ങനെ ഭഗവാൻ തന്നെ ആ ഗോവർദ്ധന യാഗത്തിന്റെ അഥവാ ഗോവർദ്ധന പൂജയുടെ സാരഥ്യം ഏറ്റെടുക്കുക. ഭഗവാൻ ആദ്യം പോണത് വിളിക്കാന്നറിയോ? പാചകപ്പുരയിലേക്ക്. അവിടെ അങ്ങനെ പോയി നോക്കുമ്പോ വലിയ വലിയ അടുപ്പുള്ളതൊക്കെ കൂട്ടി ധാരാളം വിഭവങ്ങൾ ഉണ്ടാക്കുക. ആദ്യം ഒരു സ്ഥലത്ത് ചെന്നു, ഇവിടെ എന്താ ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചു. പറഞ്ഞു, ഞങ്ങൾ ലഡു ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഓ ഗംഭീരായിട്ടുണ്ട്. പക്ഷേ ഇന്ദ്രന്റെ പൂജയ്ക്ക് ലഡു ഇത്ര വലുപ്പമൊക്കെ മതി. എന്താ ചെറിയൊരു ഉരുള അത്രയേ ഉള്ളൂ. ഗോവർദ്ധന പർവ്വതം ഇന്ദ്രനെ പോലും നല്ല കണ്ടാൽ തന്നെ അറിയില്ലേ? ആ മഞ്ഞ് പർവ്വതങ്ങളെ മഞ്ഞ് മലകളെ തുളച്ചുകൊണ്ട് ആകാശം കൊണ്ട് നിൽക്കുന്ന ഗോവർദ്ധന പർവ്വതം ഇത്ര ചെറിയ ഒരു ഉരുള ലഡു കൊടുത്താൽ ആനവാരി അമ്മഴങ്ങാന്ന് പറഞ്ഞ പോലെയാവും. അതുകൊണ്ട് എത്ര വലുപ്പമാണെന്ന് അറിയോ? ചുരുങ്ങിയത് ആനത്തലയോളം വലുപ്പമെങ്കിലും വേണം ഒരു ലഡുവിന്. അങ്ങനത്തെ ഒരു 1001 ലഡു. ഇപ്പുറത്തോട്ട് നോക്കുമ്പോ അവിടെ മുറുക്ക് അരി മുറുക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. എത്ര ചുറ്റാണെന്ന് ഭഗവാനെ എണ്ണി നോക്കി. 1, 2, 3, 4 ചുറ്റ്. ഓ ഇതൊന്നും പോരാ, ഇന്ദ്രന് ഇതൊക്കെ മതിയാവും. ഗോവർദ്ധനത്തിന് പൂജയ്ക്കാണെങ്കിൽ ഒരു മുറുക്കിനെ ചുരുങ്ങിയത് ഒരു 101 ചുറ്റെങ്കിലും വേണം. അങ്ങനെ 101 വട്ടമുള്ള ഒരു 1001 മുറുക്ക്. പിന്നെ പായസം വയ്ക്കുന്നുണ്ട്. എത്ര പറ അരിയാണ് ചോദിച്ചു. 10 പറ അരി. ഓ 10 പറയുന്നത് പോരാ, ഒരു 1001 പറ അരിയുടെ പൽപായസം. ഇങ്ങനെ എന്തിനു പറയുന്നു? ഗംഭീരമായിട്ട് ശതഗുണം എന്നാ പറയാ. 100 കൊണ്ട് കുളിച്ചത് പോലെ, 1 എന്നതിന് 100 ആക്കുന്ന പോലെ വിഭവങ്ങളൊക്കെ ശതഗുണീഭവിപ്പിച്ചു. എന്നിട്ട് ഇതൊക്കെ എടുത്തിട്ട് ആ ഗോവർദ്ധന പർവ്വത താഴ്വരയിലേക്ക് എല്ലാവരും ഘോഷയാത്രയായിട്ടാണ് പോവുക. എന്നിട്ട് എന്താ ചെയ്തത്? ഈ ഗോവർദ്ധന പർവ്വത താഴ്വരയിൽ ഈ വിഭവങ്ങളൊക്കെ കൊണ്ട് നിരത്തി വെച്ചു. ഭഗവാൻ തന്നെ യമുനയിലൊക്കെ ഇങ്ങനെ ഇറങ്ങി മുങ്ങി കുളിച്ച് ധാരാളം വസ്ത്രവും ചന്ദ്രമൊക്കെ തൊട്ട് ആ പീതാംബര പട്ടൊക്കെ ഒന്നുകൂടി മുറുക്കി കൊണ്ട്
എടുത്ത് ഒരു പൂജാരിയുടെ വേഷമൊക്കെ കെട്ടി അങ്ങനെ വന്നിരുന്ന് ഗംഭീരമായിട്ട് പൂജ അങ്ങനെ തുടങ്ങാറ്. എല്ലാവർക്കും വളരെ അതിശയം, ഈ കുഞ്ഞിയുടെ പൂജ കേമായിട്ടുണ്ട് എന്നുള്ള ഭാവത്തിൽ എല്ലാവരും അങ്ങനെ കണ്ടു നിൽക്കുന്നു. അങ്ങനെ നിവേദിക്കേണ്ട സമയമൊക്കെയായി. ഗോവർദ്ധന പർവ്വതത്തേക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ച് ആ നിവേദ്യ സാധനങ്ങളൊക്കെ നേരെ മുമ്പിലങ്ങ് വെച്ചു. എന്നിട്ട് ആദ്യം ഒരു തുളസി പൂ എടുത്തു. എന്നിട്ടോ സർവദൃഷ്ടിദോഷാൻ സംഹര സംഹര ഈ വിഭവന നിരക്ക് തുളസിത്തണ്ട് കൊണ്ടുവന്ന് ഒഴിഞ്ഞു. എന്താ പറഞ്ഞിട്ടാ? സർവദൃഷ്ടിദോഷാൻ സംഹര സംഹര. ഈ നേദ്യങ്ങളൊക്കെ കൊണ്ടുവരുന്ന എല്ലാവരും ഇതിലേക്ക് നോക്കിയിരിക്കുന്നത് ആദ്യം കാണാണ്. ഇത്ര വലിയ വലിപ്പമുള്ളൂ, ഇത്ര വലിയ മുടക്കുന്ന ആദ്യം കാണാം. അപ്പൊ ആരെങ്കിലും ദൃഷ്ടിദോഷം ഈ വിഭവങ്ങൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പോട്ടെ, വിഷാംശമൊന്നും ഇല്ലാതിരിക്കട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ച് ആ തുളസി പൂവൊക്കെ കുഴിഞ്ഞ് അതങ്ങനെ പുറത്തേക്ക് ചുരുട്ടി എറിഞ്ഞ് ആ നിവേദ്യസാധനങ്ങളൊക്കെ ഘടിപ്പിച്ചു. വലിയ നെയ്പാത്രത്തിൽ നിന്ന് 2 കൈയും നിറയെ നെയ്യുമെടുത്ത് ഇതിന് മുകളിലൊക്കെ ഇങ്ങനെ ഉപസ്തരിച്ചു. അത് കഴിഞ്ഞ ഗംഭീരമായിട്ട് പ്രാണാഹുതി പ്രാണായ സ്വാഹ, ആദ്യത്തെ ആഹുതി. അപാനായ സ്വാഹ, ഉദാനായ സ്വാഹ, യോനായ സ്വാഹ, വാനായ സ്വാഹ, സമാനായ സ്വാഹ എന്നൊക്കെയാണ് കഴിഞ്ഞ് 2 ഉണ്ണിക്കൈകൾ കൊണ്ടുകൊണ്ട് ഒഴിഞ്ഞ് ഓം സ്വാഹ എന്ന് പറഞ്ഞ് പ്രവർത്തിക്കുകയാണ്. അതുവരെ ഇല്ലാത്ത അത്ഭുതം ഉണ്ടായിരുന്ന ഗോവർദ്ധന പർവ്വതം ഇളകിയതുപോലെ തോന്നിയുന്ന വലിയൊരു രൂപം, ഒരു ഛായാരൂപം പോലെ വന്ന് ഈ നിവേദ്യങ്ങളൊക്കെ ഞൂട്ടി ഇടകൊണ്ട് അങ്ങനെ കഴിക്കലാക്കിയത് കഴിച്ചു കൂട്ടണം. നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, നെന്മേനി ഉണ്ണി ഗുരുവായൂരപ്പനെ ഉച്ചപൂജ നടത്തിയതുപോലെ ഇതൊക്കെ അങ്ങനെ തൊട്ട് നക്കി മുഴുവൻ അത് കഴിച്ചു കഴിഞ്ഞാൽ ഒന്നും ബാക്കിയില്ല. ആരായി കഴിച്ചതെന്ന് അറിയോ? ഭഗവാൻ തന്നെയാണത്രേ. ഈ ഗോവർദ്ധന പർവ്വതത്തിൽ പിന്നിൽ കൂടെ വേറൊരു ഭഗവാൻ ഇങ്ങനെ വന്നത് കഴിച്ചു മുഴുവൻ. എന്നിട്ട് ഭഗവാൻ എല്ലാവരും ചോദ്യം എപ്പ എങ്ങനെ ഉണ്ടായിരുന്നു? എന്താ ഇതുവരെ നിങ്ങൾ കുറെ കാലം ഇന്ദ്രയാഗം നടത്തിയില്ലോ, എന്തെങ്കിലും ഒരു മണി ഈ ഇന്ദ്ര കഴിക്കുണ്ടായിട്ടുണ്ടോ? ഇതിപ്പോ അങ്ങനെയല്ല. കൊണ്ടുപോകുന്നതൊക്കെ അതാണല്ലോ, വിളമ്പി കൊടുക്കുന്ന ആൾക്ക് എപ്പോഴാണ് സംതൃപ്തി ഉണ്ടാകാം? കഴിക്കുന്ന ആൾ വയലുകൾ നിറച്ച് കഴിക്കണം. ഈ വളർത്തിയ സാധനങ്ങളൊക്കെ എന്റെ അകത്തന്നെ കഴിക്കും. ഒന്നും തൊട്ട് നോക്കിയില്ലെങ്കിൽ നമുക്കൊരു വിഷമം, അയ്യോ എന്തേ രുചി ഇല്ലായിട്ടാണോ അദ്ദേഹം കഴിക്കാറുണ്ട്? പക്ഷെ അങ്ങനെയല്ല, വിളമ്പിയത് മുഴുവനവിടെ തുടച്ച് കഴിച്ച് നന്നായിട്ടോ എന്ന് പറഞ്ഞ് ഇദ്ദേഹം നയിക്കുമ്പോ നമുക്കൊരു സംതൃപ്തിയോ നല്ല സുഖമായിട്ട് ഭക്ഷണം കഴിച്ചു എന്നതുപോലെ ഈ സംതൃപ്തി ഇപ്പോഴല്ലേ നിങ്ങൾക്ക് കിട്ടിയതെന്ന് എല്ലാവരോടും ഒരു ചോദ്യം അവർക്കൊക്കെയും വളരെ അത്ഭുതമായി. ഇങ്ങനെ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. എല്ലാവരും പറഞ്ഞു ഉണ്ണി പറഞ്ഞത് സത്യം കേട്ടോ, ഇന്നതൊക്കെ കഴിച്ചിരിക്കണോ, ഗോവർദ്ധന പറഞ്ഞതൊക്കെ കഴിച്ചിരിക്കണോ, ഞങ്ങൾക്ക് സന്തോഷമായി എന്ന് പറയാം. ഈ വിവരം ഇന്ദ്രൻ അറിയാം. എന്താ? തനിക്ക് കൊല്ലം തോറും നടത്തി വരാറുള്ള യാഗം മുടക്കി കോട്ടയസാരില്ല. തന്നെ അപമാനിക്കാൻ വേണ്ടി തനിക്ക് തന്നതിനേക്കാൾ 100 മടങ്ങ് ദ്രവ്യങ്ങൾ വെറും ഒരു പർവ്വതത്തിന്, ഈ പർവ്വതവും ഇന്ദ്രനും തമ്മിൽ ആദ്യം ഒരു ശത്രുതയില്ല. പർവ്വതങ്ങൾക്ക് ആദ്യം പറക്കാനുള്ള കഴിവുണ്ടായിരുന്നു എന്നാ പറയാം. പർവ്വതങ്ങൾ, ഈ പർവ്വതങ്ങളുടെ ചിറകുകൾ വെട്ടിയിട്ട ആൾ ഇന്ദ്രനാണ്. അന്ന് മുതലേ പർവ്വതങ്ങളോട് വലിയ മനസ്സുകൊണ്ട് വലിയ സുഖമൊന്നുമില്ല. കാരണം പർവ്വതങ്ങളുടെ ചിറക് വെട്ടി പർവ്വതങ്ങളെ അചലമാക്കി നിർത്തിയ ആള് ഇന്ദ്രനാണ്. അപ്പൊ മനഃപൂർവ്വമാണ് അല്ലെങ്കിൽ ഈ പർവ്വതത്തിനെ പൂജിച്ചത് എന്റെ ശത്രുവിനെ ഒക്കെ കൂടി കൊണ്ടേ കൊടുക്കുക, അപ്പൊ എന്നെ അപമാനിക്കാനാണ് എന്നാണ് പറഞ്ഞു. മാത്രമല്ല ഇന്ദ്രൻ ദേഷ്യത്തോടു കൂടി നമുക്ക് ആരാണ് നേതൃത്വം കൊടുത്തത്? ശ്രീകൃഷ്ണ ഭഗവാനാണ്. ഉടനെ തോന്നിയിട്ടേ കൃഷ്ണൻ ഇന്ദ്രനെ അറിയാം, വിഷ്ണുവിന്റെ അവതാരം എന്നൊക്കെ. എന്നാലും ഈ ഒരു കാലിച്ചെക്കൻ എന്നെ അപമാനിക്കാൻ തക്ക, അതാണ് അഹങ്കാരത്തിന്റെ പോക്കെ. ഈ ഒരു കാലിച്ചെറുക്കൻ എന്നെ അപമാനിക്കാൻ തയ്യാറായില്ലേ? ആട്ടെ, ഇവനെ മാത്രമല്ല ഇവനെ വാക്ക് കേട്ട് കുട്ടികൾ ഇവരില്ലായ്മ പലതും പറയും. അത് കേട്ട് മുതിർന്നവരനുസരിച്ചില്ലേ, ഈ മുതിർന്നവരെയും അവരുടെ കുലത്തെയും ഇപ്പൊ തന്നെ ശരിയാക്കാവുന്ന ഭാവത്തിൽ കൽപ്പാന്ത പ്രളയകാലത്ത് വർഷിക്കാൻ ഉള്ള മേഘങ്ങളുണ്ട്, പ്രളയമേഘങ്ങൾ. ഇപ്പൊ നമ്മൾ കാണുന്ന മഴ പോലെയൊന്നുമല്ല പ്രളയമേഘങ്ങളുടെ അവസ്ഥ. ഉള്ളിക്ക് ഒരു കുടം എന്ന് പറഞ്ഞ പോലെ ആ മേഘങ്ങൾ വർഷിക്കാം. ആ കൽപ്പാന്ത പ്രളയമേഘങ്ങളെ വിളിച്ച് വൃന്ദാവനത്തിലങ്ങനെ പോയി അമ്പാടിയെ മഴയിലകത്ത് മുക്കി തമർത്തി പ്രളയം ഉണ്ടാക്കാൻ കൽപ്പിക്കുക. ഇത് നമ്മൾ കേട്ടില്ലേ? 63-ാമത്തെ അധ്യായം. ഗംഭീരമായ മഴ, ആദ്യത്തെ മഴ പെയ്യുമ്പോ ആലിപ്പഴം വീഴുക എന്നൊരു സമ്പ്രദായം. ഏറ്റവും ആദ്യം വേനൽക്കാലത്ത് മഴ പെയ്യുമ്പോ ഐസ് കട്ടകൾ പോലെ ആലിപ്പഴങ്ങള് വർഷിക്കും. ഇങ്ങനെ വലിയ വലിയ വലിപ്പത്തിലുള്ള വലിയ കല്ല്
കല്ലുകളുടെ അത്ര വലുപ്പത്തിലാണത്രേ ഈ ആലിപ്പഴങ്ങളൊക്കെ വർഷിക്കാൻ തുടങ്ങിയത്. ഈ ആലിപ്പഴങ്ങളുടെ ആ വർഷം കൊണ്ട് തന്നെ പല വീടുകളൊക്കെ കേടുവരാൻ തുടങ്ങി. എല്ലാവരും കൂടി വിപുലകരകമിശ്രീ സ്തോയകാരാം നിമാതേ ദിശി ദിശി പശുപാനാം മണ്ഡലേരഞ്ജമാനേ കുപിലഹരിഹൃദാം പാഹി പാഹീതി തേഷാം വചനമധിക സുന്ദൻ മാതിരീരജ്യപാണി. എല്ലാവരും പേടിച്ചിട്ട് രക്ഷിക്കണേ പാഹി പാഹി എന്ന് പറഞ്ഞ് ഭഗവാന്റെ അടുത്തേക്ക് അവിടെ ഓടി വന്നു നോക്കുന്ന. അപ്പോ ഭഗവാൻ പറയാണ്, എന്റെ അടുത്തേക്കല്ല നിങ്ങൾ ഓടി വരേണ്ടത്. ഇന്ദ്രന് നമുക്ക് മേൽ ഈ കോപം തോന്നാൻ ഉണ്ടായ കാരണം ഇതെന്താ? ഇന്ദ്രനുള്ള യാഗത്തെ മുടക്കി ഗോവർദ്ധന പർവ്വതത്തെ പൂജിച്ചു എന്നുള്ളത് കൊണ്ടല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മെ രക്ഷിക്കേണ്ട ചുമതലാക്കാം ഈ ഗോവർദ്ധന പർവ്വതത്തിന് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഗോവർദ്ധന പർവ്വത താഴ്വരയിലേക്ക് പോവാ എന്ന് പറഞ്ഞ് ഈ പശുക്കളെയും പശുക്കുട്ടികളെയും ഗോപന്മാരെയും ഒക്കെ വിളിച്ച് ഗോവർദ്ധന പർവ്വതത്തിന്റെ താഴ്വരയിലേക്ക് പോവാം. അവിടെ ചെന്നൂർ മാത്രമല്ല, പണ്ട് ആരോ പറഞ്ഞില്ലേ, പേടിയുള്ളവരൊക്കെ എന്റെ ചുറ്റും വട്ടത്തിൽ നിന്നോളെ എന്ന് പറഞ്ഞതുപോലെ നിങ്ങളൊക്കെ വരും, എല്ലാവരും എന്റെ ചുറ്റും വട്ടത്തിൽ നിന്നോളൂ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് എന്താ ചെയ്തത്? പുലൈകോ ദൈവതം ഗോത്രശത്രോ വിഹതിമിഹ സരുന്ധ്യാ കോനുവ സംശയോസ്മിൻ ഇതി സഹസിതവാഗിദേവ ഗോവർദ്ധനാദ്രിം ത്വരിതമുതമൂലോ മൂലകോ ബാലകോഭ്യാം. അവരൊക്കെ അടുത്തേക്ക് നിർത്തിയിട്ട് ഭഗവതൻ പറയും, ഇത്യുക്ത്വാ ഏകേന ഹസ്തേന കൃത്വാ ഗോവർദ്ധനാചലം. അവിടെ ഒരു പ്രത്യേകത എന്താ? ഇടത് കൈയിന്റെ ചെറുവിരൽ. എന്താ ഇടത് കൈയിന്റെ ചെറുവിരൽ എടുക്കാൻ കാരണം? സ്വതവേ നമുക്കൊക്കെ ഇടത് കൈയിനേക്കാളും സ്വാധീനവും ശക്തിയും വലത് കൈയിനേക്കാളും അല്ലെ? വലത് കൈയിലൊക്കെ ശക്തി ഇടത് കൈ ഉണ്ടാവാറില്ല. ഈ വിരലുകൾ എടുത്ത് നോക്കിയാലും മറ്റു വിരലുകളേക്കാൾ കുറച്ച് സ്വാധീനം കുറവാണ് ചെറുവിരലിൽ. ബാക്കി വിരലുകൾക്ക് കുറച്ചുകൂടി ശക്തമായ ജോലികൾ ചെയ്യാം. ചെറുവിരലിൽ ഒറ്റയ്ക്ക് ഒരു കാര്യം ചെയ്യാൻ കഴിയുന്നത് ലളിതമായ കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പറ്റൂ. അപ്പോ ഇടത് കൈയിന്റെ ചെറുവിരൽ കൊണ്ട് ഈ ഗോവർദ്ധന പർവ്വതത്തിന്റെ അടിയിൽ ഇങ്ങനെ തോണ്ടിയെടുത്ത് അതിനെ ഒരു കുടയായിട്ട് ഇങ്ങനെ പിടിച്ചു എന്നാണ്. അപ്പൊ നിസ്സാരത കാണിക്കുക. എനിക്കിതിന് വലത് കൈ പോലും വേണമെന്നില്ല, ചൂണ്ടുവരലോ തള്ളവരലോ ഒന്നും വേണ്ട. ഇടത് കൈയിന്റെ ചെറുവിരൽ കൊണ്ട് തന്നെ നിഷ്പ്രയാസം ഇത് പൊന്തിച്ചെടുക്കാൻ പറ്റും എന്ന് ഭഗവാൻ ബോധ്യപ്പെടുത്തിയതാണ്. അതുകൊണ്ടാണ് രാമായണത്തിൽ ഒരു സന്ദർഭം നമ്മൾ കാണും. ആഞ്ജനേയ സ്വാമി ദൂതുമായി ലങ്കയിലെത്തിയിട്ട് അവിടെ താൻ വന്ന വിവരം എല്ലാവരും അറിയിക്കണമെന്ന് വെച്ച് ആ കദലി മരമൊക്കെ നശിപ്പിക്കും. അവിടുന്ന് കെട്ടിവലിച്ച് രാവണന്റെ മുന്നിലേക്ക് കൊണ്ടുപോകും. അതിലെന്താ സമ്പ്രദായം എന്ന് വെച്ചാൽ, ആഞ്ജനേയ സ്വാമി വിചാരിക്കുകയാണ്, ഞാൻ രാമന്റെ ദൂതനാണ്. അപ്പൊ ദൂതൻ വരുമ്പോൾ ദൂതനെ നമ്മൾ എങ്ങനെയാ കാണുന്നത്? അയാളായിട്ടല്ല, അയാളെ പറഞ്ഞയച്ച ആളാരാ, അയാൾക്ക് കൊടുക്കുന്ന വിലയൊക്കെ ആർക്കും കൊടുക്കണം, ഈ ദൂതനും കൊടുക്കണം. അതുകൊണ്ടല്ലേ അമേരിക്കയുടെ പ്രതിനിധി ഇന്ത്യ സന്ദർശിക്കുമ്പോൾ പറയുമ്പോൾ നമ്മൾ അദ്ദേഹത്തെ എങ്ങനെയൊക്കെ സ്വീകരിക്കുക? ആ അമേരിക്കയുടെ ആ രാജ്യത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് വരിക എന്നതുപോലെ ഇവിടെ ശ്രീരാമനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എന്നെ രാവണന്റെ അടുത്തേക്ക് എങ്ങനെ കൊണ്ടുപോകണം? വെറുതെ കൊണ്ടുപോകാനൊന്നും പോരാ, പിന്നോ കെട്ടി എഴുന്നള്ളിച്ച് വാദ്യഘോഷങ്ങളോടെ കൊണ്ടുപോകണം എന്ന് വിചാരിക്കുക. എന്നിട്ടോ അതിനാണ് ആ ബ്രഹ്മാസ്ത്രത്തിനെ കീഴടങ്ങിയ പോലെയൊക്കെ ഭാവിച്ചു. എല്ലാവരും എന്താ ചെയ്തത്? ഈ ആഞ്ജനേയനെ കെട്ടി വരിഞ്ഞെടുത്തത് തണ്ടുമ്പിലൊക്കെ പിടിച്ചു കെട്ടി ആർപ്പുവിളികളോട് കൂടി ഒരു എഴുന്നള്ളിപ്പായിട്ടാ ചെന്നത്. എന്നിട്ടോ രാവണന്റെ അടുത്താണ് ചെന്നപ്പോ രാജധാനി കൊണ്ടുപോയി വിട്ടു നിലത്തേക്ക്. അപ്പൊ നോക്കുമെന്താ, രാവണൻ വലിയ സിംഹാസനത്തിൽ ഇങ്ങനെ കയറിയിരിക്കുന്നു. താനാരാ? രാമദൂതനാണ്. തനിക്ക് ഇരിക്കാൻ ഒരു കസേര പോലും തരുന്നില്ല. ആ അങ്ങനെ ഉണ്ടോ? രാമദൂതനെ അപമാനിക്കുക. എന്റെ സ്വാമിയുടെ ഗൗരവനെ നഷ്ടപ്പെടുക. തന്റെ വാലങ്ങൾ നിൽക്കാൻ തുടങ്ങിയില്ല. വാലം ഇങ്ങനെ ചുരുട്ടി 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 ഉയരത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് രാവണന്റെ സിംഹാസനത്തേക്കാൾ ഒരു 10 അടി ഉയരം ആണ് അധികം ഉണ്ടാക്കി. ഇത് അതിന്റെ മുകളിലാണ് ഇരുന്നതാണ്. അപ്പൊ രാമദൂതനായ ഹനുമാൻ മേലെ, രാവണൻ താഴെ. എന്നിട്ട് എളുപ്പത്തെ നോക്കി സംസാരിക്കുക. എന്നിട്ട് ചോദിക്കുന്ന ഫൈനൽ ചോദ്യമുണ്ട്. നീയെല്ലാം നിന്നെ പോലെ ഒരു 100,000 രാവണന്മാർ ഒരുമിച്ച് വന്നാലും നീയതമിതു മമ ചെറുവിരൽക്കു പോരാ, പിന്നെ നീ എന്നോട് എതിർക്കുന്നതെന്തോ കസ്മല. എന്താ ചോദിക്കാൻ പോകും? നിന്നെ പോലെ 100,000 രാവണന്മാരെ ഒരുമിച്ച് വന്നാലും നീയതമിതു
മമ ചെറുവിരൽക്കു പോരാ പിന്നെ നീ എന്നോട് എതിർക്കുന്നതെന്തോ കശ്മല. ഈ ബുദ്ധി കെട്ടവന് നിന്നെപ്പോലെ 100,000 രാവണൻ വന്നാലും തൈ ഹനുമാന് ചെറുവിരൽക്കു പോരാ. അവിടെ ചെറുവിരൽ എന്നുള്ള പ്രയോഗം ഇതെന്നെ ഭഗവാനോട് കാണിക്കുന്നത് തന്റെ ചെറുവിരൽ കൊണ്ട് ഗോവർദ്ധന പർവ്വതത്തിൽ പൊന്തിച്ചു പിടിച്ചു എന്ന് മാത്രമല്ല, 7 ദിവസം രാവും പകലും അതേ നിൽപ്പവർ നിന്നു. എന്താ ഈ പ്രളയമേഘങ്ങൾ 7 ദിവസം തുടർച്ചയായി രാവും പകലും വർഷിച്ചു. ആ സമയത്തൊക്കെ ഭഗവാൻ ഈ ഗോവർദ്ധന പർവ്വതത്തിൽ കുട പോലെ കണ്ട് പിടിച്ചു നിൽക്കുകയാണ്. ഇത് ഏത് സമയത്താണ് നടന്നതെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ 8 വയസ്സായ സമയത്താണ് ഈ ഗോവർദ്ധന ലീല. അതോ ഒരു തുലാമാസത്തിൽ 8 വയസ്സായ സമയത്താണ് ഭഗവാന്റെ ഈ ഗോവർദ്ധന ലീല നടക്കുന്നത്. 7 ദിവസം അവിടെ നിന്നില്ലേ? 7 ദിവസമൊന്നും കഴിഞ്ഞു പോയത് ആരും അറിഞ്ഞില്ല. എന്താ, ഭഗവാൻ ഇടത് കൈകൊണ്ട് പിടിച്ചു മാത്രമല്ല വലത് കൈകൊണ്ട് തന്റെ ഓടക്കൂടെ അങ്ങനെ വിളിക്കുന്നുണ്ട്. അതങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയാണ്. പശുക്കളൊക്കെ അടുത്ത് നിൽക്കുന്നു. ഭഗവാന്റെ കാലിന്റെ ഉള്ളിലേക്ക് നക്കി തോർത്തിക്കൊണ്ടേ പശുക്കള് ഭഗവാനൊരു കുസൃതി തോന്നിയ ഈ 7 ദിവസം ഈ പശുക്കൾ നിൽക്കുമ്പോൾ പുല്ല് കിട്ടാതെ വിഷമിക്കും. ഇതിനിടയിൽ ഈ ഗോവർദ്ധന പർവ്വതത്തെ ഒന്ന് തല കുത്തനെ പിടിച്ചു. നേരെ നമ്മൾ കടലിലെ പുലിയുടെ ഇങ്ങനെ ആക്കിയിട്ടുണ്ടാവോ, നേരെ ഒരു കോട്ട് ഷേപ്പായിട്ട് നമ്മൾ പിടിച്ചു. ഇപ്പൊ എന്താ സ്ഥിതി എന്നറിയോ? ഈ ഗോവർദ്ധന പർവ്വതത്തിൽ വലിയ വലിയ മരങ്ങളുണ്ട്. തല കുത്തനെ പിടിച്ചപ്പോ ഈ മരങ്ങളുടെ ഏറ്റവും മുകളിലാണ് തളിരിലകൾ, തൂമ്പലകൾ ഉണ്ടാകുന്നത്. ഇതൊക്കെ നേരെ തല കുത്തനെയായിരുന്നു. പശുക്കൾക്ക് നല്ല സുഖം. നാവും ഇങ്ങനെ കിട്ടിയാൽ നല്ല തളിരിലകൾ മാത്രം. ഇത്ര സ്വാദുള്ള ഇലകൾ ഈ പശുക്കളിലൊന്നും കഴിച്ചിട്ടില്ല. എന്താ, മരത്തിന് മുകളിൽ കയറി കഴുകുന്ന തിന്നാൻ പശുക്കൾക്ക് പറ്റുമോ? ഇല്ല. അപ്പൊ ഭഗവാൻ ഗംഭീരമായ സദ്യ അവർക്ക് അവിടെ കൊടുത്തു. അങ്ങനെ 7 ദിവസങ്ങൾ കഴിഞ്ഞു. ദേവേന്ദ്രൻ വന്ന് നോക്കുകയാണ്. എന്താ ഇത് സ്ഥിതി ഒന്ന് അറിയണല്ലോ. താൻ കുറെ ദിവസമായി ഈ മഴ പെയ്യിക്കാൻ തുടങ്ങിയിട്ട് അപ്പൊ അമ്പാടി പ്രതാപനെ കുറിച്ചു പോയിട്ടുണ്ടാവും. താൻ വന്നു നോക്കുമ്പോ എന്താ ഒരു കുഴപ്പവും കാണാനില്ല. മാത്രമല്ല എല്ലാവരും സന്തോഷിച്ചങ്ങനെ നിൽക്കണം. എന്നാ ഇത് വന്ന് നോക്കിയതെന്ന് അറിയോ? തുലാമാസം കഴിഞ്ഞപ്പോഴേക്കും 7 ദിവസം കഴിഞ്ഞപ്പോഴേക്കും വൃശ്ചികത്തിലെ ഏകാദശി ദിവസമാണ് ദേവേന്ദ്രൻ വന്ന് നോക്കിയത്. കണ്ടപ്പോ എന്താ നിൽക്കണോ ഇത്തരത്തില് ഭഗവാൻ. അപ്പൊ മനസ്സിലായി എന്താ ആർക്കാ അബദ്ധം പറ്റിയത്? തനിക്ക് തന്നെ അബദ്ധം പറ്റിയത്. താൻ ആ ഭഗവാനെ തെറ്റിദ്ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഭഗവാന്റെ മഹത്വം അറിയാതെ താൻ പെരുമാറി. അതിനുള്ള ഒരു ശിക്ഷയായിട്ടാണ് ഭഗവാൻ ഇത് കാണിച്ചത് എന്ന് മനസ്സിലായി. ഉടനെ തന്നെ ഭഗവാനെ സാഷ്ടാംഗം നമസ്കരിക്കുകയാണ്. സാഷ്ടാംഗം നമസ്കരിച്ചു മാത്രമല്ല, നമസ്തേ നമസ്തേ ജഗന്നാഥ വിഷ്ണു, നമസ്തേ നമസ്തേ ഗദാചക്രപാണി, നമസ്തേ നമസ്തേ പ്രപന്നാധികാരി, സമസ്താപരാധം ക്ഷമസ്വാഖിലേശ. എന്റെ സമസ്ത അപരാധങ്ങളും പൊറുക്കണേ എന്ന് പറഞ്ഞ ദേവേന്ദ്രൻ അവിടെ നമസ്കരിച്ച് എഴുന്നേറ്റ് ഓട്ടം കൂടിയ. എവിടേക്കാ കൂടിയത്? നേരെ ദേവലോകത്തേക്കാണ് പോയി. എന്തിനാ ദേവലോകത്ത് പോയതെന്ന് അറിയോ? ഈ ഭഗവാനെ സന്തോഷിപ്പിക്കാൻ. താങ്കൾ ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തം എന്ന രീതിയിൽ ഐരാവതത്തിന്റെ മുകളിൽ കയറിയിട്ടാണ് പിന്നെ വേഗത്തിൽ ഇങ്ങോട്ട് വരവുണ്ട്. ഐരാവതമാണെങ്കിൽ തന്റെ തുമ്പിക്കൈകളില് ആ 7 തീർത്ഥങ്ങളെയും ധരിച്ചുകൊണ്ടാണ് അത്രയും വന്നത്. ഈ ഭഗവാനെ അഭിഷേകം നിർവഹിക്കണം എന്ന രീതിയിൽ ഇതാ ഐരാവതം തന്റെ തുമ്പിക്കൈകളില് 7 തീർത്ഥങ്ങളെയും എടുത്ത് വന്നു. അതേപോലെ സുരഭി, ഗോമാതാവായിരുന്ന സുരഭി അവിടെ വന്ന് നിൽക്കുകയാണ്. വരുണൻ ദിവ്യജലങ്ങളെ കൊണ്ട് വരുണദേവൻ അവിടെ വന്നു. ഇത് അടുത്ത 64-ാമത്തെ ദശകം നമ്മളിപ്പോ വായിക്കും. 64-ാമത്തെ ദശകത്തില് 4-ാമത്തെ ശ്ലോകം ആദ്യത്തെ 2 വരി ഈ ഗോവിന്ദ അഭിഷേകത്തെ സൂചിപ്പിക്കുന്നതാണ്. വരുണൻ ദിവ്യജലം കൊണ്ടും ദേവേന്ദ്രൻ ഐരാവതത്തെ കൊണ്ട് 7 തീർത്ഥങ്ങളും സുരഭി മാതാവ് തന്റെ പൈമ്പാൽ കൊണ്ടും ഈ ഗുരുവായൂരപ്പന് അഭിഷേകം നടത്തുകയാണ്. അന്ന് മുതൽ ഭഗവാന് പുതിയ ഒരു പേര് കൂടി വന്നു. ഗോവിന്ദൻ എന്ന ഒരു പേര് കൂടി ഗോവർദ്ധനം ഉദ്ധരിച്ച് എല്ലാവരെയും രക്ഷിച്ചതുകൊണ്ട് ഗോവിന്ദൻ എന്നൊരു പേര് വന്നു. എല്ലാവരും ഗോവിന്ദനാമം ജപിച്ചുകൊണ്ട് ഈ രംഗത്തെ വരവേൽക്കുകയാണ് ചെയ്യുന്നത്. അതിനെ അനുസ്മരിച്ചുകൊണ്ടാണ് ഇപ്പോൾ നമ്മള് ഈ നാരായണീയ സപ്താഹ എന്ന വേദിയില് സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ.
ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഭഗവാന് ഗോവിന്ദ അഭിഷേകം, ഗോവിന്ദ മഹാപട്ടാഭിഷേകം നിർവഹിക്കുകയാണ്. ഇവിടെ ഭക്തർ സമർപ്പിച്ചിട്ടുള്ള പാല്, കരിനീര്, ഇളനീര് എല്ലാ ദ്രവ്യങ്ങളും തയ്യാറായിട്ടുണ്ട്. നൈവേദ്യനും വരുണനും ഐരാവതവും സുരഭി മാതാവും ചേർന്ന് ഭഗവാനെ അഭിഷേകം ചെയ്തതിന്റെ സ്മരണ പുതുക്കിക്കൊണ്ട് ഇതാ ഗോവിന്ദനാമം ഇവിടെ നാമാവലി ചൊല്ലിത്തരും. അത് ഭക്തിയോടുകൂടി ഏറ്റു ചൊല്ലിക്കൊണ്ട് ഗോവിന്ദ മഹാപട്ടാഭിഷേകത്തെ നമുക്ക് വരവേൽക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ.